Hello, welcome all to Super Chef. ഞാൻ നിൽക്കുന്നത് വിൻസർ രാജധാനിയിലെ പാലസ് വ്യൂ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഷെഫ് സോണിയാണ് ഈ എപ്പിസോഡിലെ സൂപ്പർ ഷെഫ്. ഹേയ് ഷെഫ്, വെൽക്കം ടു സൂപ്പർ ഷെഫ്. താങ്ക് യു. ഷെഫ് പറയൂ, നമ്മുടെ വിൻസർ രാജധാനി ഹോട്ടലിലെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ പാലസ് വ്യൂ റെസ്റ്റോറൻറ്റിൻ്റെ ഇതാണ് പാലസ് വ്യൂ റെസ്റ്റോറൻറ്റ്. ബുഫേ ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. വേറെ നമുക്കുള്ള നല്ല ഔട്ട്ലെറ്റ്സ്, നമുക്കൊരു എക്സിക്യൂട്ടീവ് ബാറുണ്ട്, അടിപൊളി ബാങ്കറ്റ് ഹോൾസ് എല്ലാം ഉണ്ട്. ബാങ്കറ്റോളം വിത്ത് ഡി ജെ ഫംഗ്ഷൻ വരെ നമ്മൾ ഡി ജെ പാർട്ടീസ്, മ്യൂസിക് എല്ലാം ഡി ജെ അതെല്ലാം നമ്മൾ ഇഷ്ടംപോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി, കോൺഫറൻസ് ഇതെല്ലാം നടത്തുന്നതിന് പറ്റിയ നല്ല അടിപൊളി ഹോളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് കാണിക്കാൻ പോകുന്ന മോക്ടെയിലിന്റെ പേരെന്താണ്? ട്രോപ്പിക്കൽ സ്റ്റോം. ട്രോപ്പിക്കൽ സ്റ്റോം അല്ലേ? അപ്പൊ സുനാമി ഒക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഒരു സ്റ്റോമി ഒരു എഫക്ട് കിട്ടാൻ വേണ്ടി ട്രോപ്പിക്കൽ സ്റ്റോമിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം. ബനാന, ചോപ്ഡ് പപ്പായ, ചോപ്ഡ് പൈനാപ്പിൾ, ഐസ്ക്രീം, വാനില ഐസ്ക്രീം, കോക്കനട്ട് മിൽക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രോപ്പിക്കൽ സ്റ്റോം എങ്ങനെയാന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം കുറച്ച് ബനാന ഇടാം അതിനകത്തേക്ക്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന, ചോപ്പ് ചെയ്ത് വെച്ചിട്ട് പൈനാപ്പിൾ ഇടാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾസ്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇടാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ മതിയോ? കുറച്ച് ഷുഗർ ഇടാം. ഓക്കെ, കുറച്ച് കോൾഡ് മിൽക്ക് ഇതിനകത്തേക്ക് ഒഴിക്കും. ഓക്കെ, കോൾഡ് മിൽക്ക് ഒഴിക്കാണ്. ഇത്ര മതിയാവും ഷെഫ്? മതി. കുറച്ച് ക്രഷ്ഡ് ഐസ് കൂടി ഇട്ടിട്ട് ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് അല്ലേ? ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിക്കണം അല്ലേ? ഓക്കെ, കോക്കനട്ട് മിൽക്ക് ചേർക്കാണ്, തേങ്ങാപ്പാല്. ഇനി അതിനകത്തേക്ക് ഐസ്ക്രീം ഇടുക, വാനില ഐസ്ക്രീം. ഓക്കെ, വാനില ഐസ്ക്രീം. ഇതൊന്നുകൂടി നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ട്രോപ്പിക്കൽ സ്റ്റോം ഒരു സ്റ്റോമി എഫക്റ്റിന് വേണ്ടി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗ്ലാസ്സിലേക്ക് അതിനെ സെർവ് ചെയ്യാം. നല്ല ഫ്ലേവറുള്ള കിട്ടുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ട്രോപ്പിക്കൽ സ്റ്റോം. എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കിയ ട്രോപ്പിക്കൽ സ്റ്റോം ആയിരുന്നു. ഇനി നോക്കാൻ പോകുന്ന മോക്ടെയിലിന്റെ പേരെന്താണ്? മോക്ക ക്രീം ട്വിസ്റ്റ്. മോക്ക ക്രീം ട്വിസ്റ്റ് അല്ലേ? ഒരു ട്വിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊക്കോ പൗഡർ, കോഫി പൗഡർ, ചോക്ലേറ്റ് ഐസ്ക്രീം, ഷുഗർ, മിൽക്ക്, ക്രഷ്ഡ് ഐസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്വിസ്റ്റ് പ്രിപ്പറേഷൻ റെഡി ആക്കാം അല്ലേ? ആദ്യം നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇതിനകത്തേക്ക് ഇടാം. ചോക്ലേറ്റ് ഐസ്ക്രീം, ഇതിനകത്തേക്ക് കോഫി പൗഡർ ഇടണം, കൊക്കോ പൗഡർ. ഇനി നമുക്ക് ഇടാനുള്ളത് ഷുഗർ ഇടുക. ഓക്കെ, ഷുഗർ ആവശ്യത്തിന് ഷുഗർ അല്ലേ? ഒരു സ്പൂൺ കൂടി ഇടാം. ഓക്കെ, 1 more സ്പൂൺ. നമ്മൾ കുറച്ച് സ്വീറ്റ് ആക്കാം അല്ലേ? ഓക്കെ, കോൾഡ് മിൽക്ക് ഒഴിക്കാം. ഓക്കെ, ഫൈനലി കോൾഡ് മിൽക്ക് ചേർക്കാണ് അതിലേക്ക്. ആദ്യം ശകലം മിൽക്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാണ്. ഇനി റിമൈനിങ് പോർഷൻ ഓഫ് ദ മിൽക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഫുൾ ഒഴിക്കട്ടെ? ഓക്കെ, അങ്ങനെ നമ്മുടെ മോക്ക ക്രീം ട്വിസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ അതിനെ സെർവ് ചെയ്യും. മുകളിൽ കുറച്ച് കോഫി പൗഡർ ഗാർണിഷ്. ഓക്കെ, ഗാർണിഷിന് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. രണ്ട് ഐറ്റംസും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രോപ്പിക്കൽ സ്റ്റോമും മോക്ക ക്രീം ട്വിസ്റ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.